കില്ലർ ക്യാപ്റ്റൻ മില്ലർ. അങ്ങനെ ധനുഷ് നായകനായി വന്ന ക്യാപ്റ്റൻ മില്ലർ എന്ന് പറഞ്ഞ ചിത്രം തിയേറ്ററിലേക്ക് വന്നിരിക്കുകയാണ്. പൊങ്കൽ പ്രമാണിച്ച് 12-ാം തീയതിയാണ് ചിത്രം റിലീസായത്. ചിത്രം കണ്ടതിന് ശേഷമുള്ള എൻ്റെ ഒരു ഒപ്പീനിയനാണിത്. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു ഷിമോ ഷാ. അരുൺ മതീശ്വരന്റെ സംവിധാനത്തിൽ ധനുഷ്, ശിവരാജ് കുമാർ, പ്രിയങ്ക മോഹൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി വന്ന തമിഴിൽ നിന്ന് പുറത്തിറങ്ങിയ ഒരു പീരിയോഡിക് ആക്ഷൻ അഡ്വഞ്ചർ ഡ്രാമ ചിത്രമാണ് ക്യാപ്റ്റൻ മില്ലർ. അപ്പം ചിത്രം റിലീസായിരിക്കുകയാണ്. ഒരു 1930കളിൽ നടക്കുന്ന ഒരു കഥയെ ആസ്പദമാക്കിയാണ് ഈ ചിത്രം പോകുന്നത്. ഒരു ബ്രിട്ടീഷ് രാജ് സമയത്ത് ഈ തൊട്ടുകൂടായ്മയും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷം ഈ അമ്പലങ്ങൾ പിടിച്ചടക്കുകയും അവിടുത്തെ സ്വത്തുകളൊക്കെ എടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ലൂട്ടിങ്ങും ഒക്കെ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അതിൽ ഒരുപാട് പൊളിറ്റിക്കൽ സാധനങ്ങളും ആ സമയത്ത് നടന്നിരുന്ന കുറേ റെലവൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും എല്ലാം അണിനിരത്തിക്കൊണ്ട് എടുത്ത ഒരു അഡ്വഞ്ചർ ഫിലിം തന്നെയാണ്. ഒരു പീരിയഡ് ആക്ഷൻ അഡ്വഞ്ചർ ഫിലിമാണ് ക്യാപ്റ്റൻ മില്ലർ. ചിത്രം എങ്ങനെയുണ്ട് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു എബോ ആവറേജ് അനുഭവം നൽകിയ, അല്ലെങ്കിൽ കൊള്ളാം, നൈസ് പടം എന്ന് തോന്നിയ ഒരു ചിത്രമാണ്. അത് എസ്പെഷ്യലി ധനുഷിൻ്റെ പെർഫോമൻസ് ഉണ്ട്, അതുപോലെ തന്നെ ജി വി പ്രകാശിൻ്റെ മ്യൂസിക്, അതൊക്കെ എടുത്തു പറയേണ്ട ഒരു പോസിറ്റീവ് ഘടകങ്ങളാണ്. ചിത്രത്തിനെയൊക്കെ ആദ്യം മുതൽ അവസാനം വരെ തൂക്കിയെടുത്തുകൊണ്ട് പോയത് ജി വി പ്രകാശിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. ക്ലൈമാക്സ് സെക്ഷനിലൊക്കെ ഗംഭീര ഫീല് തരുന്ന, ഒരു 1000-ലൊരുവന് ശേഷം എനിക്ക് തോന്നുന്നു ഒരു ഗൂസ് ബംസ് തന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളെല്ലാം ചെയ്ത ഒരു സൂപ്പർ ക്രാഫ്റ്റ്, അല്ലെങ്കിൽ ആ ഒരു അരുൺ മതീശ്വരൻ എന്ന് പറയുന്ന ഡയറക്ടറിൻ്റെ ഒരു ഭീകരമായ ഒരു സാധനം, അല്ലെങ്കിൽ ഒരു ഗംഭീര ഹോളിവുഡ് സ്റ്റൈലിലുള്ള ഒരു സാധനം ചെയ്തു വെച്ചു എന്നെനിക്ക് ഫീൽ ചെയ്ത ഒരു ചിത്രമാണ് ക്യാപ്റ്റൻ മില്ലർ. മദൻ കാർക്കി എന്ന് പറയുന്ന ലിറിസിസ്റ്റും അരുൺ മതീശ്വരനും കൂടി ചേർന്നാണ് ഇതിൻ്റെ സ്ക്രീൻ പ്ലേ കൈകാര്യം ചെയ്തിരിക്കുന്നത്. വളരെ കെട്ടുറപ്പോട് കൂടി ഒരുപാട് കാര്യങ്ങളെ, അവർക്ക് പറയേണ്ട കാര്യങ്ങളൊക്കെ വെടിപ്പായിട്ട് നീറ്റായിട്ട് അതിനെ എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സിനിമയിൽ. ആ സ്ക്രീൻ പ്ലേ വളരെ മികച്ചതായിട്ട് എനിക്ക് തോന്നി. ഓരോ പാർട്ട്, ഓരോ ചാപ്റ്ററുകളായിട്ടാണ് അതിനെ ഒരുക്കിയിരിക്കുന്ന സിനിമേനെ. അതൊക്കെ വളരെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടും അതിനൊക്കെ ഒരു കണക്ഷൻ കൊണ്ടുവന്നതുമൊക്കെ ആ ഒരു ടുവേഡ്സ് ദ എൻഡ് അതൊരു നല്ലൊരു ഫീല് തരുന്ന ഒരു സാധനം തന്നെയായിരുന്നു. പിന്നെ ടൈറ്റിൽ കഥാപാത്രമായിട്ടുള്ള ക്യാപ്റ്റൻ മില്ലർ ആയിട്ടുള്ള ധനുഷിനെ പറ്റി എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ധനുഷ് വളരെ ഫ്ലോലെസ് ആക്ടർ എന്ന് വേണമെങ്കിൽ പറയാം. അത്ര ഗംഭീരമായിട്ട് ഒരു ക്യാരക്ടറിനെ എടുത്ത് പ്രസൻറ്റ് ചെയ്യാറുണ്ട്. അത് സൂപ്പറായിട്ട് ഇവിടെയും വർക്കൗട്ട് ആയിട്ടുണ്ട്. ആ ഒരു ക്യാപ്റ്റൻ മില്ലർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ വളരെ മികച്ച രീതിയിൽ വളരെ സൂപ്പറായിട്ട് ഇതിൻ്റെ അകത്ത് എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് വലിയൊരു കൈയ്യടി തന്നെ കൊടുക്കണം. പിന്നെ ശിവരാജ് കുമാർ ചിത്രത്തിൽ കുറച്ച് നേരം ഉള്ളൂ, പക്ഷെ ഉള്ള സമയം പുള്ളി അടിപൊളിയായിട്ട് സ്കോർ ചെയ്തിട്ടുണ്ട്. ഒരു ക്ലൈമാക്സ് പോർഷനിലൊക്കെ ഒരു ഗംഭീര സാധനം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രിയങ്ക മോഹൻ, വളരെ ഇതുവരെ കാണാത്ത ഒരു പ്രിയങ്ക മോഹനെ ഇതിനകത്ത് കാണാൻ പറ്റും. അത്യാവശ്യം ബോൾഡായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു സൂപ്പർ ഒരു ആക്ഷനൊക്കെ ചെയ്യുന്ന ഒരു പ്രിയങ്ക മോഹനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജി വി പ്രകാശിൻ്റെ മ്യൂസിക്, പാട്ടുകളാകട്ടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളാകട്ടെ ഗംഭീരമായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. ആ സിറ്റുവേഷന് ചേർന്ന രീതിയിൽ അതിൽ ഇഴുകിച്ചേർന്ന ആ പാട്ടുകളൊക്കെ വരുന്നത് ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോറും ആണെങ്കിലും എനിക്കൊരു ക്ലൈമാക്സ് ഒക്കെ ഫീല്, ഒരു രക്ഷയില്ലാത്തൊരു ഫീല് തരുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളൊക്കെ കൊടുത്തു. അതൊക്കെ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ഈ ചിത്രത്തിൽ സംസാരിക്കുന്നുണ്ട്. അതൊരു കാലഘട്ടം പറയുന്നതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന രീതിയിൽ ആ മൊത്തത്തിൽ സെറ്റിനെ ഒരുക്കാനും അതുപോലെ തന്നെ ആൾക്കാരുടെ കോസ്റ്റ്യൂംസിൽ വർക്കൗട്ട് ചെയ്യാനും ഒക്കെ ഇവർ നല്ല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട്. ചിലയിടത്തൊക്കെ പോരായ്മകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അതൊന്നും എടുത്ത് പറയേണ്ട ആവശ്യമില്ല. അതൊക്കെ അത് അങ്ങനെ ഉണ്ടോ ഇങ്ങനെ ഉണ്ടോ എന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നമായിരിക്കും. പക്ഷേ ഓവറോൾ നോക്കുമ്പോൾ ഒരു നല്ലൊരു ഫീല് തരുന്ന രീതിയിൽ ഇതിനെ മൊത്തത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതൊരു വലിയൊരു പോസിറ്റീവാണ് ചിത്രത്തിന്. പിന്നെ എടുത്ത് പറയേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഇതിലെ ആക്ഷൻസ് ആണ്. എനിക്ക് തോന്നുന്നു VFX വളരെ കുറച്ച് യൂസ് ചെയ്തുകൊണ്ടാണ് ഒരുപാട് ബ്ലാസ്റ്റ് സീനുകൾ, അതുപോലെ തന്നെ കുറച്ച് ആക്ഷൻ സീക്വൻസുകളൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട്. അതിനൊരു ജെനുവിൻ ഫീൽ, അല്ലെങ്കിൽ ഒറിജിനൽ ഫീൽ അതിനുണ്ടായിരുന്നു. അതൊരു എടുത്തു പറയേണ്ട പോസിറ്റീവാണ്. ആ ചിത്രത്തിന് ആ ഒരു ഗുമ്മ് കിട്ടാൻ അതങ്ങനെ ചെയ്യണമായിരുന്നു. അപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവർ, കുറച്ചേറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിനുള്ള റിസൾട്ട് ഈ ചിത്രത്തിൽ നമുക്ക് കാണുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് സിദ്ധാർത്ഥനുണ്ണിയാണ്. ഗംഭീര വർക്കെന്ന് തന്നെ പറയാം. കുറച്ച് ഏരിയൽ ഷോട്ടുകൾ അതും ഇതുമെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അങ്ങനെ ഒരു സറൗണ്ടിങ്ങിൽ ഇതെങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെ നമ്മൾ ആലോചിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് ശരിക്കും ഈ വർക്ക് എത്രത്തോളം അടിപൊളിയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അത് ഗംഭീരമായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. അരുൺ മതീശ്വരൻ്റെ ചിത്രങ്ങൾ കണ്ടിട്ടുള്ളവർക്കറിയാം, മൊത്തത്തിൽ ഒരു ഡാർക്ക് ഷെയ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ച് ക്രൈംസ് കൂടുതലായിരിക്കും, കുറച്ച് ബ്ലഡ് ഷെഡ് കുറച്ച് സാധനങ്ങളൊക്കെ ഇതിനകത്ത് കാണും.
അത് ഇവിടെയും ആവർത്തിച്ച് തന്നെ വരുന്നുണ്ട്. അതിലൊരു മാറ്റമൊന്നുമില്ല. കാരണം അത് പുള്ളിയുടെ സിഗ്നേച്ചർ സ്റ്റൈലാണ്. അപ്പം അതോടുകൂടി ധനുഷിൻ്റെ ആക്ടിങ്ങും കാര്യങ്ങളും അതുപോലെ തന്നെ ഞാൻ പറയണ ഒരു ഹോളിവുഡ് സ്റ്റൈലെല്ലാം പക്കാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ആ എടുത്തിരിക്കുന്ന രീതിയാണ്. കുറച്ച് VFXകൾ മാത്രം യൂസ് ചെയ്തുകൊണ്ട് ഒരുപാട് ആക്ഷൻ രംഗങ്ങളൊക്കെ വളരെ ലൈവായിട്ട് അതിനെ ഷൂട്ട് ചെയ്തെടുത്തു എന്നുള്ളതിലാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ കൈയടി കൊടുക്കേണ്ടത്. എന്നിലെ ഒരു നോർമൽ പ്രേക്ഷകനെ ഒരുപാട് സംതൃപ്തിപ്പെടുത്തിയ ചിത്രമാണ്. ഒരു ഗംഭീര സിനിമ എന്ന് ഞാൻ പറയുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഒരു എബോ ആവറേജ് എന്ന് മാത്രം പറഞ്ഞത്. ഒരു സൂപ്പർ പടം എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല, പക്ഷേ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സിനിമയാണ്. ഒരു നോർമൽ ഒരു ഫൺ ഫാക്ടറോ അല്ലെങ്കിൽ ധനുഷിൻ്റെ സിനിമകളിൽ കാണുന്ന ഒരു ക്യൂട്ട്നെസ്സോ കാര്യങ്ങളോ ഒന്നും പ്രതീക്ഷിച്ച് തിയേറ്ററിലേക്ക് ആരും പോകണ്ട. അതൊന്നും ഇതിനകത്ത് കാണാൻ സാധിക്കില്ല. ആദ്യം മുതൽ അവസാനം വരെ എനിക്ക് ഒന്ന് ചിരിച്ചിട്ട് പോലും ഇല്ലെന്ന് തോന്നുന്നു. സിനിമയിൽ ഒരു സീനിലോ മറ്റോ ആണ് പുള്ളി ഒന്ന് ചിരിച്ച് കാണുന്നതെന്ന് തോന്നുന്നു. അല്ലാത്ത സെക്ഷൻ മൊത്തം പുള്ളി ഫുൾ ഡാർക്ക് മൂഡിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനൊരു ധനുഷിനെ കാണാൻ താല്പര്യമുള്ളവർക്ക് തിയേറ്ററിൽ പോയി കാണാവുന്നതാണ്. അല്ല അത് മൊത്തത്തിലൊരു പാക്കഡ് ആയിട്ടുള്ളൊരു സിനിമ കാണണം, ഒരു സംഭവം കാണണം തിയേറ്ററിൽ എന്നുണ്ടെങ്കിൽ തിയേറ്ററിലേക്ക് പോയി കാണാവുന്നതാണ്. കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ പീസ് ഔട്ട്.